ഇന്നത്തെ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അതർ കീ കോൺസെപ്റ്റ്സ് ഓഫ് മോണ്ടിസറി എഡ്യൂക്കേഷൻ എന്ന ഒരു ടോപ്പിക്കാണ്. മോണ്ടിസറി എഡ്യൂക്കേഷനിൽ പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്തൊക്കെ, വളരെ കീ ആയിട്ടുള്ള മർമ്മപ്രധാനമായ കോൺസെപ്റ്റുകൾ എന്തൊക്കെ എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഡോക്ടർ മറിയ മോണ്ടിസോറി രൂപകൽപ്പന ചെയ്ത മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദ അബ്സോർബൻറ്റ് മൈൻഡ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ദ അബ്സോർബൻറ്റ് മൈൻഡ്. ചില ടേമുകൾ നമ്മൾ വളരെ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. ഈ അബ്സോർബൻറ്റ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഫൗണ്ട് ആൻഡ് ഡിഫൈൻഡ് ബൈ ഡോക്ടർ മോണ്ടിസോറി. മോണ്ടിസോറിയാണ് ഇങ്ങനെ ഒരു ടേം ആദ്യമായി ഉപയോഗിച്ചത്, അബ്സോർബൻറ്റ് മൈൻഡ് എന്ന വാക്ക്. ഇൻ ദ ഏർലി 20th century in children up to the age of 6, which enables them to absorb knowledge quickly and effortlessly. ഡോക്ടർ മറിയ മോണ്ടിസോറി പറയുന്നത് ഒരു കുട്ടിയുടെ ജനനം മുതൽ 6 വയസ്സ് വരെ, കുട്ടിയുടെ ജനനം മുതൽ 6 വയസ്സ് വരെ പ്രത്യേകിച്ചിട്ട് യാതൊരു ശ്രമവുമില്ലാതെ വളരെ പെട്ടെന്ന് ചുറ്റുപാടിൽ നിന്നുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ, ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു കുട്ടിക്ക് സാധിക്കും. ആ സാധിക്കുന്ന പ്രതിഭാസത്തിനെയാണ് അബ്സോർബൻറ്റ് മൈൻഡ് എന്ന് പറയുന്നത്. തീർച്ചയായും അൺകോൺഷ്യസ് ആയിട്ടാണ് ഈ കുട്ടി പഠിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നമ്മൾ കുട്ടി അറിഞ്ഞുകൊണ്ട് പഠിക്കുന്നതല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് അച്ഛനോ അമ്മയോ ഒരിക്കലും തന്നെ കലഹിക്കരുത്, അച്ഛൻ അമ്മയെ അടിക്കരുത്. കാരണം എന്താ, അത് കാണുന്ന അച്ഛൻ അമ്മയെ അടിക്കുന്നത് കാണുന്ന ഒരു ആൺകുട്ടി ചിന്തിക്കുന്നു, ഇങ്ങനെയാണ് ഒരു പെണ്ണിനെ മെരുക്കേണ്ടത്. അതേപോലെ തന്നെ അത് കാണുന്ന ഒരു പെൺകുട്ടി ചിന്തിക്കുകയാണ്, അയ്യോ കല്യാണം എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്, പിൽക്കാലത്ത് ആ പെൺകുട്ടി അത് കണ്ടാൽ കല്യാണത്തെ എതിർക്കും, കുടുംബജീവിതത്തെ എതിർക്കും. കാരണം എന്താണെന്നറിയോ, ആ കുട്ടി അബ്സോർബൻറ്റ് മൈൻഡഡ് ആണ്. 6 വയസ്സ് വരെയുള്ള കുട്ടികൾ ചുറ്റുപാടിൽ നിന്നുള്ള കാര്യങ്ങൾ കണ്ട് ഓട്ടോമാറ്റിക്കലി ഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പല കാര്യങ്ങളും, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങൾ, അവർ തമ്മിലുള്ള എന്തായാലും ശാരീരികമായിട്ടുള്ള ഇടപെടലുകളൊക്കെ കുട്ടികളുടെ മുമ്പിൽ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണ്? ഒരു അബ്സോർബൻറ്റ് മൈൻഡുണ്ട്. ജനനം മുതൽ 6 വയസ്സ് വരെ ആ കുട്ടി പല കാര്യങ്ങളും അൺകോൺഷ്യസ് ആയിട്ട്, ഇത് കുട്ടി അറിഞ്ഞുകൊണ്ട് പുസ്തകമെടുത്ത് പേനെടുത്ത് പഠിക്കുന്നതൊന്നും അല്ല. ആ കുട്ടി ഓട്ടോമാറ്റിക്കലി നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നും പഠിച്ചെടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അബ്സോർബൻറ്റ് മൈൻഡാണ്. ബർത്ത് ടു 3 and between 3 to 6 the child makes sense and gives meaning to their learning while continuing to acquire more. The mind of the child remains in this absorbent state from birth until 5 to 6 years. അതാ മനസ്സിലാക്കേണ്ടത്. 6 വയസ്സ് വരെ ഈ ഒരു കഴിവ് ആ കുട്ടിക്കുണ്ട്. അപ്പോൾ ആ കുട്ടി 6 വയസ്സ് വരെ നമ്മുടെ എൻവയോൺമെൻറ്റിലെ പല കാര്യങ്ങളും കണ്ടും കേട്ടും അങ്ങനെ അറിഞ്ഞുമാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. ഒരു അബ്സോർബൻറ്റ് മൈൻഡഡ് ആണ് കുട്ടിയെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കീ കോൺസെപ്റ്റാണ്. മോണ്ടിസോറി എഡ്യൂക്കേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്, പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തത്, മോണ്ടിസോറി മെത്തേഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോർമലൈസേഷൻ ത്രൂ വർക്ക്. അതായത് വാട്ട് ഈസ് ദ വേ ടു നോർമലൈസ് ദ മെൻ്റലി ഡീവിയേറ്റഡ് ചിൽഡ്രൻ. ഒരു കുട്ടി മെൻ്റലി എന്തെങ്കിലും പ്രയാസങ്ങൾ കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു മിസ്ബിഹേവിയർ കാണിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നോർമലൈസ് ചെയ്യാനുള്ള വഴി എന്താണ്? ഉത്തരം ഒന്ന് മാത്രം, ഇറ്റ് ഈസ് ദ വർക്ക്. കുട്ടിയെ വർക്ക് ചെയ്യിപ്പിക്കുക, കുട്ടിയെ പല പല വർക്കുകളിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികളിൽ കാണപ്പെടുന്ന
പല പല സ്വഭാവ പ്രശ്നങ്ങളും, അൺടൈഡിനെസ് വൃത്തിയില്ലായ്മ, ഡിസൊബീഡിയൻ്റ് അനുസരണക്കേട്, ലേസിനെസ് മടി, സെൽഫിഷ്നെസ് സ്വാർത്ഥത, ക്വാറലിംഗ് മറ്റുള്ളവരോട് നിരന്തരമായി അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക, നോട്ടിനെസ് കുരുത്തക്കേട്. ഇതെല്ലാം ഉണ്ടാവുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ഇതിൻ്റെ എല്ലാം പിന്നിലൊരു സൈക്കോളജി ഉണ്ട്. ഇതെല്ലാം ഉണ്ടാവുന്നത് ആ കുട്ടിയെ ആരെങ്കിലും ശ്രദ്ധിക്കണം എന്നതുകൊണ്ടാണ്. ഒരു ക്ലാസ്സിലൊരു കുട്ടി ബഹളം വെക്കുന്നത്, അടിയുണ്ടാക്കുന്നത്, പ്രശ്നമുണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി അറ്റൻഷൻ സീക്കിംഗ് ആണ്. കുട്ടി എന്തിനു വേണ്ടി ശ്രമിക്കുന്നു? അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു, മറ്റൊരാളുടെ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ആ കുട്ടിയെ ശ്രദ്ധിച്ച് ആ കുട്ടിക്ക് ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി എന്താകും? ഓട്ടോമാറ്റിക്കലി നോർമലൈസ് ചെയ്യപ്പെടും. അപ്പോൾ കുട്ടിയെ സ്വഭാവ പ്രയാസങ്ങളുള്ള, വൃത്തിയില്ലായ്മ, അനുസരണക്കേട്, കുരുത്തക്കേട്, മടി, അടിയുണ്ടാക്കുക, സ്വാർത്ഥത പോലുള്ള ഇത്തരം പ്രയാസങ്ങളുള്ള കുട്ടികളെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് പല ആക്ടിവിറ്റികൾ കൊടുക്കുക. അതാണ് മോണ്ടിസോറി മെത്തേഡിൽ ആ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയി ക്ലാസ് റൂമിൽ ഇരുത്തി പല പല ആക്ടിവിറ്റികളിലേക്ക് ഇടപെടുന്ന സമയത്ത് ഒരു മോണ്ടിസോറിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങളില്ല. ഉദാഹരണത്തിന് ഞാനൊരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾ ഏറ്റവും കൂടുതൽ അക്രമവാസന കാണിക്കുന്നത്, അവർ വളരെയധികം ഒരു ഇറിറ്റേറ്റീവായി കാണപ്പെടുന്നത് ആരെങ്കിലും വിരുന്നുകാർ വീട്ടിൽ വരുമ്പോഴാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഏതെങ്കിലും വിരുന്നുകാർ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ഉടനെ തന്നെ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? ഓടിച്ചാടി അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, കസേര വലിക്കുന്നു, കസേരയുടെ മുകളിൽ കയറി ഷെൽഫിലുണ്ടായിരുന്ന ഗ്ലാസ് എടുത്ത് താഴെ ഇടുന്നു, അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതേപോലെ ഗസ്റ്റിന്, നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥിക്ക് കൊണ്ടുവച്ച മുഴുവൻ മധുര പലഹാരങ്ങളും എടുത്ത് കഴിക്കുന്നു. ഗസ്റ്റൊന്നും ഇല്ലാതിരിക്കുമ്പോൾ 1 കിലോ പഴം കൊണ്ടുവച്ചാൽ പോലും ഒന്നുപോലും തൊടാത്ത കുട്ടി ഗസ്റ്റിന് കൊണ്ടുവച്ച പഴം മൊത്തം എടുത്ത് ഓടിച്ചാടി തിന്നുന്നു, മുട്ട പുഴുങ്ങിയതെടുത്ത് തിന്നുന്നു. ഞാനിതൊരു രസകരമായി പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ കുട്ടി അത്തരം സന്ദർഭങ്ങളിൽ വളരെയധികം ഒരു കുരുത്തക്കേട് കാണിക്കുന്നത്? ആ കുട്ടിക്ക് ആ സമയത്ത് എന്ത് വേണം? ശ്രദ്ധ വേണം, മറ്റുള്ളവരുടെ ശ്രദ്ധ വേണം. ഞാൻ വലിയ ആളാണ്, ഞാൻ ഇവിടെ വലിയ സംഭവമാണ്, എനിക്ക് കസേര വെച്ച് കയറാൻ പറ്റും, സാധനം എടുക്കാൻ പറ്റും, എനിക്കിതെല്ലാം തിന്നാൻ പറ്റും എന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കണം. അപ്പോൾ അവർക്ക് ആ സമയത്ത് നമ്മളവരെ അടിക്കുകയോ ചീത്ത പറയുകയോ ആളുകളുടെ മുമ്പിൽ പരിഹസിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്താൽ കുട്ടിയുടെ പ്രയാസം കൂടുന്നതല്ലാതെ കുറയില്ല. അപ്പോൾ വീണ്ടും കുട്ടി കൂടുതൽ ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? അവരെ പല വർക്കുകൾ ഏൽപ്പിക്കുക. ആ മോനെ ഇതവിടെ കൊണ്ടുവെക്കൂ. ക്ലാസ്സുകളിലും അങ്ങനെ തന്നെയാണ്. ക്ലാസ് റൂമുകളിൽ ടീച്ചർമാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ കാണാം. അവരെല്ലാം തന്നെ അത് ചെയ്യുന്നത് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ടീച്ചേഴ്സ് അവർക്ക് വർക്കുകൾ ഏൽപ്പിക്കുക. നോർമലൈസേഷൻ ത്രൂ വർക്ക്. ഏതൊരു കുട്ടിയുടെയും സ്വഭാവ പ്രശ്നങ്ങളെ നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നത് ഓൺലി ത്രൂ ഗിവിങ് വർക്ക് ആൻഡ് ടാസ്ക് ടു ദം. അവർക്ക് ടാസ്കുകളും വർക്കുകളും കൊടുത്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത് മോണ്ടിസോറി മെത്തഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കീ കോൺസെപ്റ്റാണ്. ഓക്കെ, ദ വർക്ക് ഹെൽപ്സ് ഫോർ ദ ക്രിയേറ്റീവ് ഇമാജിനേഷൻ. ഇത്തരം വർക്കുകൾ കൊടുക്കുമ്പോൾ അവരുടെ ഇമാജിനേഷൻ പവർ വർദ്ധിക്കും. ഡിലൈറ്റ് ഇൻ സ്റ്റോറി. കഥകൾ ഉണ്ടാക്കാനും അതിലൂടെയുള്ള മെസ്സേജുകളൊക്കെ ധാരാളം അവർ ഏറ്റെടുക്കും. അറ്റാച്ച്മെൻറ്റ് ടു എ പേഴ്സൺ. ഒരു ആളോട് വല്ലാത്ത അറ്റാച്ച്മെൻറ്റ്, അച്ഛനോട്, അമ്മയോട്, കുടുംബക്കാരോട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. അതേപോലെ കളിക്കാൻ താല്പര്യം ഉണ്ടാകും. സബ്മിസീവ്നെസ് എന്ന ഒരു സ്വഭാവ ഗുണം ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടാകുന്നത് ഓൺലി ത്രൂ വർക്കാണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റ്, നേച്ചർ ഇൻ എഡ്യൂക്കേഷൻ. പഠനത്തിൽ ഒരു പ്രകൃതിയുടെ
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രകൃതി, നമ്മുടെ നേച്ചറും പഠനവും തമ്മിൽ, എഡ്യൂക്കേഷനും തമ്മിൽ വളരെയധികം എന്തുണ്ട്, ബന്ധമുണ്ട്. നാച്ചുറലായിട്ട് ആ കുട്ടി പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് ഗുണങ്ങൾ. മാൻ ഹാസ് ക്രിയേറ്റഡ് എൻജോയ്മെൻറ്റ്സ് ഇൻ സോഷ്യൽ ലൈഫ് ആൻഡ് ബ്രോട്ട് അബൌട്ട് എ സ്ട്രോങ് ഹ്യൂമൻ ലവ് ഇൻ കമ്മ്യൂണിറ്റി ലൈഫ്. ഹൗഎവർ ദ മാൻ സ്റ്റിൽ ബിലോങ്സ് ടു നേച്ചർ. ഒരുപാട് എൻജോയ്മെൻറ്റുകളും ഒരുപാട് കാര്യങ്ങളും മനുഷ്യനുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ മനുഷ്യനും എപ്പോഴും ഒരു നേച്ചറിൽ അതീതമാണ്, പ്രകൃതിക്ക് അതീതമാണ്. ഇറ്റ് ഈസ് ദ എഡ്യൂക്കേഷൻ ദാറ്റ് പ്രിപ്പയർസ് ദ ചൈൽഡ് ഓഫ് നേച്ചർ ടു എ ചൈൽഡ് ഓഫ് സോഷ്യൽ ബീങ്. അതാണ് ആ കുട്ടി നാച്ചുറൽ നിന്നാണ് ഒരു സോഷ്യൽ ബീങ് ആയിട്ട് മാറുന്ന എല്ലാ പഠനങ്ങളും നമ്മൾ കൊടുക്കുന്നത്. ചിൽഡ്രൻ ഷുഡ് നോട്ട് ഫീൽ ദാറ്റ് ഹി ഓർ ഷീ ഈസ് ടേക്കൺ എവേ ഫ്രം പാരൻസ് ആൻഡ് പുട്ട് ഇൻ ടു സ്കൂൾ. ഒരു സ്കൂളിൽ നിന്ന് സ്കൂളിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരിക്കലും തോന്നരുത് എൻ്റെ അച്ഛൻ്റെ, എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് എന്നെ പറിച്ചെടുക്കുകയാണ്, എന്നെ തട്ടി മാറ്റുകയാണ് എന്നൊരു തോന്നലുണ്ടാവരുത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ കുട്ടികളെ ട്രഡീഷണൽ സ്കൂളിലൊക്കെ ചേർക്കാറ്. നാളെ മുതൽ നീ സ്കൂളിൽ പോയിക്കൊള്ളണം. തലേ ദിവസം വരെ അമ്മയുടെ മടിത്തട്ടിൽ അമ്മയുടെ തുണിയുടെ അഗ്രഭാഗം പിടിച്ച് തൂങ്ങി അമ്മയുടെ മാറത്ത് ചേർന്ന് അമ്മയോട് ചാരിക്കടന്ന് പറഞ്ഞിരുന്ന കുട്ടിയെ ഒരു സുപ്രഭാതത്തിലാണ് നാമൊക്കെ എന്ത് ചെയ്യുന്നത്, പിടിച്ചു കൊണ്ടുപോയി LKG ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ പ്രീ സ്കൂളുകളിലും മോണ്ടിസോറി സ്കൂളുകളിലൊക്കെ ചേർക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് തോന്നരുത് എന്നെ നിർബന്ധിപ്പിച്ച് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റുകയാണെന്ന്. അതിന് വേണ്ടിയിട്ട് ശരിക്കും അതിനാണ് മറിയ മോണ്ടിസോറി ചെയ്തൊരു പണി എന്താണെന്നറിയാമോ? ഷീ ഷുഡ് ബി പുട്ട് ഇൻ ടു എ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ. ഒരു മോണ്ടിസോറി ഹൗസിലേക്കാണ് കൊണ്ടുപോകുന്നത്. വിച്ച് ഈസ് ദ യൂഷ്വലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഹോം. ആ കുട്ടിയുടെ ഹോമിൻ്റെ മറ്റൊരു എക്സ്റ്റൻഡ് വേർഷനായിട്ട് ആ കുട്ടിക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ കുട്ടി വീട്ടിൽ നിന്ന് വിട്ടിട്ട് നേരെ മോണ്ടിസോറി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വീടല്ലാത്ത മറ്റൊരു സംവിധാനം അവിടെ കാണുകയാണ്. ദ ബെസ്റ്റ് വേ ഓഫ് സ്ട്രെങ്തനിങ് ചിൽഡ്രൻ ഈസ് ഇൻ ഇമ്മേഴ്സിങ് ദം ഇൻ നേച്ചർ ആൻഡ് അലോയിങ് ചിൽഡ്രൻ ദെയർ സ്പിരിച്വൽ എക്സ്പ്രഷൻസ് ആൻഡ് സ്പിരിച്വൽ നീഡ്സ്. അപ്പോൾ കുട്ടിക്ക് ഇതെൻ്റെ വീട് തന്നെയല്ലോ, ഇതും എൻ്റെ വീടാണ് എന്നൊരു തോന്നൽ വരുമ്പോൾ കുട്ടിക്ക് പഠനത്തോട് വലിയ താല്പര്യമുണ്ടാവും. അത് മാത്രമല്ല, മറിയ മോണ്ടിസോറി പറയുന്നത് ആ കുട്ടിയെ ശരിക്കും ഒരു നേച്ചറിലൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ കുട്ടിയെ പഠിക്കേണ്ടത് എന്നാണ്. മിസ്സിസ് ലാറ്റർ ഇൻ ഇംഗ്ലണ്ട്. ലാറ്റർ എന്ന വളരെ പ്രശസ്തനായ ഒരു സയൻറ്റിസ്റ്റ്, ഇംഗ്ലണ്ട് ബേസ്ഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ്, ഒരു മെത്തേഡ് ഓഫ് ചൈൽഡ് എഡ്യൂക്കേഷൻ ത്രൂ ഗാർഡനിങ് ആൻഡ് ഹോറികൾച്ചർ ഗാർഡനിങ് എന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് മിസ്സിസ് ലാറ്റർ എന്ന ഇംഗ്ലണ്ട് ശാസ്ത്രജ്ഞന് ഒരു വലിയ മെത്തേഡ് ഉണ്ടാക്കിയിരുന്നു. അവിടെ ഹൗസ് ഹോൾഡ് ആൻഡ് culinary preparation, washing of utensils, etc. are included in this method. ശരിക്കും ഹൗസ് ഹോൾഡ് ലൈഫാണ്. ആർട്ടുകൾ, ചിത്രം വരക്കുക, വീട്ടുപകരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, അവരുടെ അവശ്യ വസ്തുക്കൾ വാഷ് ചെയ്യുന്നത് അടക്കമുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മിസ്സിസ് ലാറ്റർ ഈ ഒരു മെത്തേഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഷീ ഹാസ് സ്ട്രെസ്ഡ് ദ ഫോളോയിങ് പോയിന്റ്സ്. അദ്ദേഹം പറഞ്ഞത്, മിസ്സിസ് ലാറ്റർ പറഞ്ഞത്, കുട്ടികളെ ഇങ്ങനെ പ്രകൃതിയുമായി ഇണക്കി വളർത്തുമ്പോൾ ഉണ്ടാകുന്ന മെച്ചങ്ങളെ കുറിച്ചിട്ടാണ്. ബൈ കെയറിങ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ദ ചൈൽഡ് ലേൺസ് ഓട്ടോമാറ്റിക്കലി അബൌട്ട് നേച്ചർ. ചെടികളെയും അതേപോലെ മൃഗങ്ങളെയും കെയർ ചെയ്യുന്നതിലൂടെ കുട്ടി പ്രകൃതിയെക്കുറിച്ച് നന്നായി പഠിക്കുകയാണ്. ത്രൂ ഒബ്സർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ദ ചൈൽഡ് ലേൺസ് ദ ഫിനോമിന ഓഫ് ലൈഫ്. പ്ലാന്റുകളെ, ചെടികളെയും മൃഗങ്ങളെയും ഒബ്സർവ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ലൈഫിൻ്റെ പ്രതിഭാസം നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഒരു പൂച്ചയെ നോക്കുമ്പോൾ പൂച്ച ഓടുന്നത്, പൂച്ച കാഷ്ടിക്കുന്ന സമയത്ത് കാഷ്ടിച്ച് മണ്ണ് മാന്തി അതിൻ്റെ മുകളിലിടുന്നത്, ഒരു പശു അഴവറക്കുന്നത്, ഒരു പശു അല്ലെങ്കിൽ ഒരു കാക്ക കുഞ്ഞിനെ എങ്ങനെ പരിഹരിക്കുന്നത്, ഒരു തള്ളക്കോഴി കുട്ടിയെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ തൻ്റെ ചിറകിനടിയിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത്. ഒബ്സർവേഷനിലൂടെ കുട്ടി പല കാര്യങ്ങളും പഠിക്കുകയാണ്. Through seeing the seeds and waiting for the plant to grow, the child can acquire the virtue of patience. പിന്നെ അതേപോലെ ഒരു വിത്ത് കുട്ടിയെ കൊണ്ട് പറയാണ്, നീ നാളെ ഒരു വിത്ത് നടൂ, ഒരു സീഡ് അവിടെ ഇട്ട് കൊടുക്കൂ. ഏതെങ്കിലും ഒരു ധാന്യമണി അവിടെ ഇട്ട് കൊടുത്ത് ഓരോ ദിവസം അതിലേക്ക് വെള്ളമൊഴിച്ച് ആ ധാന്യം ഇങ്ങനെ മുളച്ച് വളർന്ന് വലിയൊരു ചെടിയാകുന്ന സമയത്ത് കുട്ടിക്ക് പേഷ്യൻസ് ആണ് വരുന്നത്. ക്ഷമ, കോൺഫിഡൻറ്റ് എക്സ്പെക്റ്റേഷൻ, ഒരുപാട് പ്രതീക്ഷ, ഒരു കോൺഫിഡൻസ്,
നാളെ വളരും, നാളെ രാവിലെ എഴുന്നേറ്റ് അതിന് വെള്ളം കൊടുക്കണം, അതിങ്ങനെ വളരും. ഇതെല്ലാം തന്നെ ആ കുട്ടി എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് വിഷയങ്ങളുണ്ട് നേച്ചറുമായി ഇണക്കി പഠിക്കുമ്പോൾ. ചിൽഡ്രൻ ഗെറ്റ് ഇൻസ്പിറേഷൻ ഫ്രം ദ മാർവൽസ് ഓഫ് ക്രിയേഷൻ, എ വേൾഡ് ഓഫ് ലിവിങ് തിങ്സ്. അതായത് ഈ പ്രകൃതിയുടെ ഒരുപാട് മനോഹാരിത, അതിലെ സൃഷ്ടിപ്പ്, അതിലെ ജീവികൾ, അതിലുള്ള വസ്തുക്കൾ, ഇതെല്ലാം കാണുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുകയാണ്. ത്രൂ ദ ഒബ്സർവേഷൻ ആൻഡ് കെയർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റേസ്. എങ്ങനെയാണ് മനുഷ്യവർഗം ഉണ്ടായത്, ആൻഡ് ദ ഇവല്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽ ടു ഹാർമണൈസ് വിത്ത് ദാറ്റ് ഓഫ് ദ ഹ്യൂമനിറ്റി ഫ്രം ഹണ്ടർ ടു ഫുഡ് ഗ്യാദർ ടു ഫാമർ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഹണ്ടിങ് തുടങ്ങി, അതേപോലെ ഭക്ഷണത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ഒരു ഫാർമറായി. ആദ്യം അങ്ങനെയാണല്ലോ, ആദ്യം വേട്ടയാടലിലൂടെയാണ് കാര്യങ്ങൾ നടന്നത്. വേട്ടയാടിയാണ് മനുഷ്യൻ ജീവിതം തുടങ്ങിയത്. ആ വേട്ടയാടലിലൂടെ പിന്നെ ഭക്ഷണത്തെ അന്വേഷിച്ചുള്ള യാത്രയായിട്ട് മാറി, അത് പിന്നെ ഫാർമറായി, അത് കൃഷിയിലേക്ക് മാറി. ഇതെല്ലാം പ്രകൃതിയുമായി ഇണങ്ങിയാൽ മാത്രമേ കുട്ടി എന്ത് ചെയ്യുള്ളൂ, പഠിക്കുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. മോണ്ടിസോറിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. അടുത്തൊരു കോൺസെപ്റ്റാണ് ഒബ്സർവേഷൻ ആൻഡ് ഡിസ്കവറി. കുട്ടിയുടെ നിരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങൾക്കും വേണ്ടി ഒരുപാട് അവസരങ്ങൾ കൊടുക്കാം. ത്രൂ പ്രൊവൈഡിങ് ലോങ് വാക്സ് ഈസ് ഗിവൺ എ ചാൻസ് ദ ചൈൽഡ് ടു ഒബ്സർവ് ഇൻ ഡീറ്റെയിൽ ആൻഡ് ഡിസ്കവർ ദ എൻവയോൺമെൻറ്റ്. നമുക്ക് വേണമെങ്കിൽ ആ കുട്ടിക്ക് ഒരു പ്രകൃതിയിൽ ഒന്ന് നടന്ന് കാര്യങ്ങൾ കണ്ട് ആ കുട്ടിയോട് ഇന്ന് നടന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെ കണ്ടു, എന്തെല്ലാം ഒബ്സർവ് ചെയ്തു, എന്തെല്ലാം പുതുതായി ഇന്ന് ഡിസ്കവർ ചെയ്തു, ഇതെല്ലാം ചോദിക്കാൻ പറ്റും. The child has to be informed that he is going for a walk, and where he is going, it will be better to discuss the plan with the child, where to go, how to go, and what to do there. കുട്ടിയോട് സംസാരിക്കണം. കുട്ടിയുമായിട്ടൊരു വാക്ക്, കുട്ടികളുമായിട്ട് ഒരു ഓപ്പൺ വാക്ക് പ്ലാൻ ചെയ്യാം. പക്ഷെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പ്ലാൻ വേണം. എവിടെ പോകണം, എന്തിനാ പോകുന്നത്, എവിടെയാണ് പോകേണ്ടത് എന്നൊക്കെ കുട്ടികളായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് എല്ലാം ചർച്ച ചെയ്ത്, so that he will visualize his future actions. Let him arrange his picnic basket and plan his journey. ഒരു പിക്നിക് ബാസ്ക്കറ്റ് കയ്യിൽ കരുതാൻ, ആ യാത്ര പ്ലാൻ ചെയ്യാൻ കുട്ടിക്ക് അവസരം കൊടുക്കുന്നു. ദിസ് പ്ലാൻ ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ് വിത്തൗട്ട് ഹിസ് കൺസെൻറ്റ്. പ്ലാൻ പിന്നെ മാറ്റാൻ പാടില്ല. കുട്ടിയോട് നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു, കുട്ടിക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പായി, ടീച്ചർ പറയുകയാണ് അവിടെ പോകുന്നില്ല, പിന്നെ വേറൊരു സ്ഥലത്ത് പോകണം. അപ്പോൾ കുട്ടിക്ക് ആകെ പ്രയാസമാകും. ചെറിയ കുട്ടികളാണ്. കുട്ടികളോട് പറഞ്ഞ വാക്കുകൾ നമ്മൾ പാലിക്കണം. അമ്മമാർ പുറത്തോട്ട് പോകുമ്പം നീ ഇവിടെ നിന്നാൽ ഞാൻ നിനക്ക് ചോക്ലേറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും ചോക്ലേറ്റ് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ കുട്ടി ആളുകളെ പറ്റിക്കാം, ഇങ്ങനെയും പറ്റിക്കാം എന്ന ഒരു മെസ്സേജ് കിട്ടും കുട്ടിക്ക്. There is creative value in his plan and carrying out such plans. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പൺ വാക്കൊക്കെ നടത്തി അതിലൂടെ അവർ ഒബ്സർവ് ചെയ്യുന്ന കാര്യം, ഡിസ്കവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പോകാനും തീർച്ചയായും എന്ത് ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ ആണ്. ഡീവിയേറ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ മെൻ്റലി ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികൾ. ഡീവിയേഷൻ, വ്യതിയാനം എന്നാണ് ഡീവിയേഷൻ്റെ അർത്ഥം. വ്യതിയാനങ്ങളുള്ള കുട്ടികൾ. ഡീവിയേഷൻസ് ആർ ദ malformation of the body parts or the negative mental dispositions and misbehavior of a child. കുട്ടിക്കുണ്ടാവുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ഡിസ്പൊസിഷൻസ്, മിസ്ബിഹേവിയേഴ്സ് എല്ലാം ഡീവിയേഷനിൽ ഉൾപ്പെടുത്താം. ജനറലി ഡീവിയേഷൻ ഫ്രം ദ നോർമൽ മേ ബി സീൻ ഇൻ 2 ആസ്പെക്ട്സ്. 2 കാര്യങ്ങളാണ് കാണുക. ഒന്ന് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ. ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഹെയർ ലിപ്പ്, ക്ലബ് ഫുഡ്, ഹഞ്ച് ബാക്ക് എന്ന് പറഞ്ഞാൽ, ഹെയർ ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മുച്ചുണ്ട്, മുച്ചിറി എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ അതിനെ മുച്ചുണ്ട് എന്നാണ് പറയുക. ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ്. ചിറി ഇങ്ങനെ വലിയ ചിറിയായിട്ട് ഇങ്ങനെ പുറത്ത് വരിക, മുച്ചിറി എന്ന് പറയും. അതേപോലെ തന്നെ ക്ലബ് ഫുട്ട് എന്ന് പറഞ്ഞാൽ കാൽപാദങ്ങൾ ഇങ്ങനെ മുടന്ത് കാലിൻ്റെ അടിഭാഗം മുകളിലേക്ക് വരും, നടക്കാൻ പറ്റാത്ത അവസ്ഥ.
നടക്കും, ഇങ്ങനെ മുടന്തി നടക്കും. ഹഞ്ച് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കൂനുണ്ടാവില്ല, പുറത്ത് ഇങ്ങനെ കൂന് വരും. ഇതെല്ലാം തന്നെ വിച്ച് ഹാപ്പൻസ് ഡ്യൂ ടു അഡ്വേഴ്സ് ഫാക്ടേഴ്സ് ഇൻ ദ എൻവയോൺമെൻറ്റ് ഓർ ടു സം ഇൻഹെറിറ്റഡ് വീക്ക്നെസ്. ഇതിൻ്റെ കാരണങ്ങളെല്ലാം തന്നെ പരമ്പരാഗതമായിട്ട് വരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കൃത്യമായി ഇതിനൊന്നും കാരണങ്ങളൊന്നും പറയപ്പെടുന്നില്ല. ഇതൊക്കെ ഫിസിക്കലാണ്. മെൻ്റൽ ഡീവിയേഷൻസ് എന്ന് പറയുന്നത് കുട്ടിയുടെ പെരുമാറ്റത്തിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. ഈ കുട്ടികളെ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഈ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്നുണ്ട്. ഫോളോയിങ് ആർ ദ ഫാക്ടേഴ്സ് ഫോർ ഡീവിയേഷൻ. ദ ചൈൽഡ് ഹാസ് ദ വിൽ ടു ആസ്ക് ബട്ട് ഈസ് മൂവ്മെൻറ്റ്സ് ആർ ഹിൻഡേർഡ്. കുട്ടിക്ക് ചോദിക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ചോദിക്കാനുള്ള അവസരങ്ങളോ മൂവ്മെൻറ്റുകളൊന്നും ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ദ വിൽ ഓഫ് അഡൽട്ട് ടു അൺനെസസറിലി ഹെൽപ്പ് ദ ചൈൽഡ്. കുട്ടിയെ അനാവശ്യമായി സഹായിക്കാൻ പോകുന്ന അച്ഛൻ അല്ലെങ്കിൽ പാരൻസ് അല്ലെങ്കിൽ അഡൽറ്റ്. കുട്ടിക്ക് സഹായം വേണ്ട, പക്ഷെ അനാവശ്യമായി സഹായിക്കാൻ പോവാണ്. ചിൽഡ്രൻ ആർ അണേബിൾ ടു കോർഡിനേറ്റ് സൈക്കിക് ആൻഡ് ഫിസിക്കൽ എലമെൻറ്റ്സ് ടുഗദർ. സൈക്കിക്കായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള എലമെൻസുകളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ അവർക്കില്ലായ്മ. വെൻ ആൻ ഇൻപേഷ്യൻ്റ് അഡൽറ്റ് സ്കോൾസ് ദ ചൈൽഡ്. പേഷ്യൻ്റ് ഇല്ലാത്ത, ക്ഷമയില്ലാത്ത അഡൽറ്റ് കുട്ടിയോട് എന്ത് ചെയ്യാണ്, തട്ടിക്കയറാണ്. ഈ ഫീൽസ് എ സെൻസ് ഓഫ് ഇൽ ബീങ് ആൻഡ് കൺഫ്യൂസർ ഹൗ ടു എക്സ്പ്രസ് ഹിംസെൽഫ്. ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ വരുമ്പം ഡീവിയേഷൻ സംഭവിക്കും, കുട്ടികളിൽ ഡീവിയേഷൻ സംഭവിക്കും. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് നോക്കാനുണ്ട്. ദ 3 കീ കമ്പോണൻസ് ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ. മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ 3 ആളുകളാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം വരച്ചാൽ അതിന് 3 അഗ്രഭാഗങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു മോണ്ടിസോറി ട്രയാങ്കിൾ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ: ദ ചൈൽഡ്, the teacher and the environment. Create the learning triangle. ഇവർ 3 പേരും കൂടിയാണ് ഈ ലേണിംഗ് ട്രയാങ്കിൾ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ചൈൽഡിൻ്റെ സപ്പോർട്ട് വേണം, ടീച്ചർ ഓർ അഡൽറ്റിൻ്റെ സപ്പോർട്ട് വേണം, നല്ല ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാവണം. ദ ചൈൽഡ്, അതിനെക്കുറിച്ചിട്ടാണ് വിശദമായിട്ട് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഫർദറായി അത് ഡീറ്റെയിൽ ആയി പറയുന്നില്ല. ദ ചൈൽഡ്, മോണ്ടിസോറി ബിലീവ്ഡ് there are sensitive periods when children are more susceptible to certain behaviors and can learn specific skills more easily. അപ്പോൾ ഒരു കുട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കുട്ടിയുടെ പ്രവർത്തനങ്ങളും കുട്ടിയുടെ ഇടപെടലുകളും മോണ്ടിസോറിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദ ഫേവറബിൾ എൻവയോൺമെൻറ്റ്, ആ കുട്ടിക്ക് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള നല്ലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാവണം, നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അതിനാണ് അത്തരം ക്ലാസ് റൂമുകളും അതിനനുസരിച്ചുള്ള ലേണിംഗ് മെറ്റീരിയലുകളും എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ദ ടീച്ചർ, അതേപോലെ തന്നെ ടീച്ചർ ഓർ ദ അഡൽറ്റിൻ്റെ ഇടപെടൽ. അവരുടെ ദ ക്ലാസ് റൂം ഈസ് പ്രിപ്പയർഡ് ബൈ ദ ടീച്ചർ ടു എൻകറേജ് ഇൻഡിപെൻഡൻസ്, ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ് ആൻഡ് എ സെൻസ് ഓഫ് ഓർഡർ. ഫ്രീഡം കൊടുത്ത്, സ്വാതന്ത്ര്യം കൊടുത്ത്, അതേപോലെ ഒരു ഓർഡർ ഉണ്ടാക്കി ക്ലാസ് റൂം പ്രിപ്പയർ ചെയ്യുന്ന ടീച്ചർ. ഇത് 3 കൂടുമ്പോഴാണ് ശരിക്കും ഒരു മോണ്ടിസോറി ട്രയാങ്കിൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും.